കൂടെ 6 തരം മീൻ സാമ്പിൾ ആയിട്ട് ടേസ്റ്റ് വെക്കാൻ കിട്ടിയാലോ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനിവേഴ്സ്. റീൽസിലൊക്കെ നമ്മളിങ്ങനെ ഫുഡ് വ്ളോഗ് കണ്ടിട്ട് കുറെ ഹൈപ്പൊക്കെ കാണുന്ന വീഡിയോ അല്ലേ. അപ്പം അവിടെ ഇതുപോലെ സത്യമാണോ എന്നറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ BTS സെക്കൻഡ് സ്റ്റേജിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓപ്പൺ ആയ ഒരു കടയാണ് അമ്മച്ചീസ് ചായക്കട. അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവർ കൊടുത്ത ഹൈപ്പ് അനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രത്യേകിച്ചായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നോൺ വെജ് മീൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫിഷ് ടേസ്റ്റ് ചെയ്ത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ തരും. അങ്ങനെയൊക്കെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെയാണ് ഞാൻ റീൽസിൽ കണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയി കഴിച്ചിട്ട് നോക്കാം അങ്ങനെയാണോ എന്ന്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു ഡെമോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും പോയി കഴിക്കാം. ബാ. ഞാൻ നോൺ വെജ് മീൽസ് ഓർഡർ ചെയ്തു. വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വേറൊന്നുമല്ല, അവർ പറഞ്ഞ 6 തരം ഫിഷും കാര്യങ്ങളൊന്നുമില്ല, സാമ്പിൾ എടുക്കാനോ അങ്ങനെ ഒന്നുമില്ല, ഒരു ഓപ്ഷൻ ഇല്ല. നോൺ വെജ് മീൽസിൽ ഉണ്ടായിരുന്നത് ഒരു ചിക്കൻ ഫ്രൈയും 3-4 പീസ് ചെറിയ നൊത്തോലി ഫ്രൈയും പിന്നെ ഒരു ചൂര ഫ്രൈയും ആണ് ഉണ്ടായിരുന്നത്. ഈ 6 വെറൈറ്റി, അതായത് കണവ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഒരു ജൂലൈ 4-നാണ് ഇട്ടിരുന്നത്. ഞാൻ ജൂലൈ 25-നാണ് വീഡിയോ എടുക്കുന്നത്. സോ അപ്പോൾ എന്തെങ്കിലും ഇൻവെറ്റീവ്ലി ചേഞ്ചസ് വന്നോന്നൊന്നും അറിയത്തില്ല. ഓരോ റെസ്റ്റോറൻറ്റ് അവർ ബേസ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല ചേഞ്ചസ് വന്നോന്ന്. എന്തായാലും എനിക്ക് കിട്ടിയത് ഒരു ചിക്കൻ പീസും ഒരു ചുര ഫ്രൈയും 3-4 നൊത്തോലി, ചെറിയ നൊത്തോലി ഫ്രൈയും ആണ് കിട്ടിയത്. അപ്പം ടേസ്റ്റ് പീസൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊത്തോലി എനിക്ക് ഉണക്കമീനിൻ്റെ ഒരു ടേസ്റ്റായിട്ട് തോന്നി. ഇനി ഉണക്കമീനായിരുന്നോ അത് അവരുദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ കറികളാണെങ്കിൽ മോരും രസവും സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂട്ടാനൊക്കെ നോക്കുകയാണെങ്കിൽ അവിയലും അതുപോലെ തന്നെ മരച്ചിനിയും ഒരു കടല ബേസ് ചെയ്ത ഒരു തോരനല്ല ഒരു കൂട്ടാൻ പോലെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ചുവപ്പ് ചട്നി ഉണ്ടായിരുന്നു, പിക്കിൾ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു എൻ്റെ നോൺ വെജ് മീൽസിൽ എനിക്ക് കിട്ടിയത്. ആ വീഡിയോയിൽ കണ്ട പോലെയൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കറിയാണ്. ഇത് വേറെ ലെവൽ തന്നെയാണ്, വേറെ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒരു നോൺ വെജ് മീൽസിന് 199 രൂപയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവർ ഹൈപ്പ് ചെയ്ത അത്രയും സംഭവങ്ങളൊന്നും ഇല്ല. ഇവർ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ഫിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഓപ്ഷനേ അവിടെ ഇല്ല. ഒന്നാമതെ അവിടുത്തെ സർവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കിലാണ്. അത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും തരാനായിട്ടൊന്നുമില്ല. നോൺ വെജ് മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ച അത്രയാണുള്ളത്. ഒരു ചിക്കൻ പീസും അതുപോലെ ഒരു ചൂരയുടെ ഒരു ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ 2-3 നൊത്തോലിയുടെ ചെറിയ പീസ് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഇതാണ് നോൺ വെജ് മീൽസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോൺ വെജസ്. അപ്പം ഇത് 200 രൂപയാണ് ആയത്. അപ്പൊ 200 രൂപയ്ക്ക് ഇത്രയും വെർത്തബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. മീൽസിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ ആണ്, നമുക്ക് ആണെങ്കിൽ അങ്ങനെ കുറ്റം പറയാനില്ല, ഓക്കെ ആണ്. പിന്നെ വാവ് അങ്ങനെ ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. കേരളത്തിന്റെ ആ ഒരു തനിമേറിയ ഫുഡ് അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ഫിഷ് വന്നിട്ട് ചൂര നല്ല ഫ്രഷ് ആയിട്ട് തോന്നി. പക്ഷെ നൊത്തോലി വന്നിട്ട് എനിക്ക് കരിവാട് പോലെ, നമ്മുടെ ഉണക്കമീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഫുഡിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയല്ലോ, ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 ഓപ്ഷനേ ഉള്ളൂ. ചട്ടിച്ചോറും നമ്മുടെ നോൺ വെജ് ചട്ടിച്ചോറും നോൺ വെജ് മീൽസ്, ഇത് 2 ഉള്ളൂ. വേറെ മെയിൻ കോഴ്സിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള വീഡിയോസ് റെസ്റ്റോറൻറ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നത്, ബാംഗ്ലൂരിലുള്ളത് അയക്കണം, ബാംഗ്ലൂരിലാണുള്ളത്. അപ്പം അയച്ചു തന്നാൽ ഞാൻ മസ്റ്റായിട്ട് അത് പോയി ട്രൈ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. എന്തായാലും ഞാൻ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും എനിക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നല്ല ഇങ്ങനെ റീൽസൊക്കെ കണ്ടിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കുന്ന പരിപാടിയുണ്ട്. 2-3 ടൈംസ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്തതുപോലെ ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പം വീഡിയോ കാണാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ബൈ ബൈ.